നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. അമ്മാവനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന ഭാര്യയോട് നിർബന്ധം പിടിച്ച ഒരു കാമുകൻ. അവൾ അതിനെ വിസമ്മതിച്ചപ്പോൾ അവളെ കൊന്ന് പെട്ടിയിലടച്ചു. വർഷങ്ങളായി സ്വന്തം ടീമിലെ ടെക്കികളെ പീഡിപ്പിച്ചിരുന്ന ഒരു ടീം ലീഡർ, അദ്ദേഹം ഉൾപ്പെടെ 6 പേരാണ് പിടിയിലായത്. ഈ വാർത്തകളിലേക്ക് വിശദമായി എത്താം. സ്വാഗതം ഒരിക്കൽ കൂടി. മുപ്പത്തഞ്ചുകാരിയെ കൊന്നു പെട്ടിയിലാക്കി കാമുകൻ. വിവാഹിതയായ യുവതിയെ കൊന്നത് കാമുകന്റെ അമ്മാവനുമായി ലൈംഗിക ബന്ധം വിസമ്മതിച്ചപ്പോൾ. ഡൽഹിയിലെ മംഗോൾപുരിയിലെ പത്തർ മാർക്കറ്റിന് സമീപമാണ് ഈ സംഭവം നടക്കുന്നത്. മംഗോൾപുരിയിൽ തന്നെ താമസിക്കുന്ന ബീഹാർ സ്വദേശിനിയാണ് ഈ കൊല്ലപ്പെട്ട യുവതി. കിടക്കകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ബോക്സ് ഉണ്ട് അവിടെ. ആ ബോക്സിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പേയിങ് ഗസ്റ്റായി താമസിക്കാൻ നൽകുന്ന ഒരു മുറി, ആ അപ്പാർട്ട്മെന്റിലായിരുന്നു ആ കൊലപാതകം. 22 വയസ്സുള്ള അവളുടെ കാമുകൻ ദീപക്, 52 വയസ്സുള്ള അമ്മാവൻ ജോഗീന്ദർ, അമ്മാവന്റെ സുഹൃത്ത് ബോബി എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ പെൺകുട്ടി അവൾ വിവാഹിതയും 3 മക്കളുടെ അമ്മയുമാണ്. വീടുകളിൽ ജോലിയെടുത്ത് കഴിഞ്ഞിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ. ദീപക്കും വിവാഹിതനാണ്. രാത്രി 11 മണിയോടുകൂടിയാണ് കൊലപാതക വിവരം ആ യുവതിയുടെ വീട്ടുകാർ അറിയുന്നതെന്ന് അവളുടെ ഭർത്താവ് പറയും. मैं काम पे से आया था तो ये ट्यूशन अपनी लड़की को छोड़ने गई थी. फिर 4 बजे से उसका कुछ पता नहीं है. फिर सर हमें 11 बजे पता चल रहा है कि उसकी बॉडी, तो उधर से हम ढूंढने गए तो वहाँ से पता चला कि उसका मर्डर हो चुका है. और उसके बाद कोई जानकारी नहीं हुई. फिर इधर से इधर थाने के से उधर भागा दौड़ी कर रहे हैं. शादी को कितना समय हुआ है आपको? 18 साल हो गए. कितने बच्चे हैं आपके? 3 बच्चे हैं. क्या कुछ पता चल रहा है कैसे मौत हुई, क्या हुआ? नहीं सर, नहीं कुछ पता नहीं. कोई काम से मतलब घर से मतलब रखता था. और कोई बॉडी मिली जब पता चला कि मर्डर हो गया. हाँ जी, पता चल रहा है कि जीवलोक में ठेया लगाता था मीट वाला, उसने मारा है. क्यों मारा है? कोई दुश्मनी पुरानी? कोई दुश्मनी नहीं है. क्या कुछ ऐसा पता लगा आपको कि उसका घर पे आना जाना रहा हो? नहीं सर. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏതാണ്ട് 4:30-ക്കാണ് ഈ യുവതിയും അവളുടെ കാമുകൻ ദീപക്കും ഈ PG അക്കോമഡേഷനിൽ മുറിയെടുക്കുന്നത്. ദീപകിന്റെ ഒരു സുഹൃത്തിൻ്റെതാണ് ആ കെട്ടിടം. കുറച്ചു നേരത്തേക്ക് ആ മുറിയൊന്ന് വേണം എന്നാവശ്യപ്പെട്ടാണ് ദീപക് ആ മുറിയെടുക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദീപക് മാത്രം അവിടെ നിന്ന് പുറത്തേക്ക് പോയി. കെട്ടിട ഉടമയ്ക്ക് സംശയം തോന്നി. അങ്ങനെ ആ മുറിയുടെ സമീപമെത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. മാത്രമല്ല, ഉള്ളിൽ ഒരു പെട്ടിക്കുള്ളിൽ നിന്ന് ഒരു കാല് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ഉടൻ തന്നെ അയാൾ പോലീസിനെ വിവരം അറിയിച്ചു. കുട്ടികളെ ട്യൂഷന് വിട്ട ശേഷമാണ് ദീപകിനൊപ്പം ആ യുവതി PG റൂമിൽ എത്തിയതെന്നാണ് കുടുംബം പറയുന്നത്. उसके ट्यूशन पहुँचे तो वहाँ पर पहले से ही पुलिस वाले वहाँ आए हुए थे उसके लड़के के घर पे, जो जिसने हमला किया है, तो उसको पकड़ के लेके गए. फिर पुलिस वाले ने हमें नहीं बताया कि तुम्हारी लेडीज़ का मर्डर हो गया. उन्होंने हमें B ब्लॉक मंचरी में बिठा के रखा 11 बजे तक. जब वहाँ की कॉलोनी की लेडीज़ सब बातें करने लगी तब मैं पूछने लगी क्या हुआ, तो कह रही वहाँ पर एक लेडीज़ का मर्डर हो गया है. मंगोलपुरी यहाँ पर थाने के कमरे के अंदर फैसला फैला के उसको लेके गया फ़ोन करके और उसका मर्डर किया है. सर मृतक मिलेगी, आप क्या लगती है? ननद हो सर. क्या करती थी वो? काम वगैरह करती थी? हाँ नहीं सर, वो कोठियों में काम करती थी. 4-5 घर काम करके 12 बजे तक आ जाती थी. उसके बाद लड़के को स्कूल छोड़ती थी और 4 बजे लड़की को ट्यूशन. सर वो 4 बजे घर निकली, उसके बाद सर वो आई नहीं. നിലത്തിട്ട് ചവിട്ടി ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം. ആ യുവതിയുടെ നെറ്റിയിലും മുഖത്തുമൊക്കെ പരിക്കേറ്റ പാടുകളുണ്ട്.
അമ്മാവൻ ജോഗീന്ദറും അയാളുടെ സുഹൃത്ത് ബോബിയും ഈ സമയം ആ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ദീപകിനെ രക്ഷപ്പെടുത്തിയതും ഇവരാണെന്നാണ് പോലീസ് പറയുന്നത്. ഫോറൻസിക് സംഘം മുറിയിൽ പരിശോധന നടത്തി കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് പറയുന്നു. വർഷങ്ങളോളം സഹപ്രവർത്തകരെ പീഡനത്തിനിരയാക്കി ടീം ലീഡർ. മഹാരാഷ്ട്രയിലെ മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്ന് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ടീം ലീഡർ ഉൾപ്പെടെ 6 പേർ അറസ്റ്റിൽ. മഹാരാഷ്ട്ര നാസിക്കിലെ മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ഈ സംഭവം. 4 വർഷമായി ലൈംഗികാതിക്രമം നേരിടുകയാണെന്നാണ് അവിടുത്തെ വനിതകളായിട്ടുള്ള ടെക്കികളുടെ പരാതി. അവരുടെ ടീം ലീഡർ ഉൾപ്പെടെ 6 പേരാണ് ഈ സംഭവത്തിന് പിന്നിൽ. പ്രതികൾക്കെതിരെ 9 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ പ്രതികളിൽ ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി ഈ പരാതിക്കാരിൽ ഒരാളെ നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന് പോലീസ് പറയുന്നു. മറ്റൊരു പ്രതി വേറൊരു പരാതിക്കാരിയോട് മോശമായി പെരുമാറുകയും അവരെ സ്പർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാലും കമ്പനിയിലെ മേധാവിയോട് നിരന്തരം ഇവർ പരാതിപ്പെട്ടതാണ്. നിരന്തരം പരാതിപ്പെട്ടിട്ടും ഒരു തരത്തിലുള്ള നടപടിയും അവർ സ്വീകരിച്ചില്ല. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 4 വർഷത്തെ പീഡന വിവരം പുറത്തറിയുന്നതും പോലീസിൽ പരാതിയെത്തുന്നത്. नासिक सिटी में एक मल्टीनेशनल कंपनी में काम करने वाली महिलाओं के साथ छेड़छाड़, मेंटल टॉर्चर, सेक्सुअल टॉर्चर और धार्मिक भावनाओं को ठेस पहुंचाने की 9 मामले दर्ज किए गए. इसमें से 6 आरोपियों को अरेस्ट किया गया है. अपराधों का दायरा और गंभीरता देखते हुए माननीय पुलिस कमिश्नर सर इनके आदेश से SIT स्थापन की गई है. अभी SIT उसका इन्वेस्टिगेशन कर रही है. പുരുഷന്മാരായിട്ടുള്ള സഹപ്രവർത്തകരെ മതപരമായും ഈ ടീം ലീഡർ അധിക്ഷേപിച്ചെന്ന് പരാതിയുണ്ട്. രാഷ്ട്രീയ നേതൃത്വങ്ങളും ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാക്കുകയാണ്. ലവ് ജിഹാദാണ് ആ കമ്പനിയിൽ നടക്കുന്നത് എന്ന ആരോപണവുമായി ശിവസേന രംഗത്തെത്തിയിട്ടുണ്ട്. ശിവസേന നേതാക്കൾ അങ്ങനെ പറയുന്നു. महाराष्ट्र का जो नासिक जिला है धीरे धीरे अपराधियों का अड्डा बनते जा रहा है. अब सुनाई दे रही है कि मल्टीनेशनल कंपनी में काम करने वाले लोगों के साथ जो हमारी माताएं बहनें उनका शोषण होकर लव जिहाद जैसी बातें सामने आ रही हैं. धर्म परिवर्तन की बातें सामने आ रही हैं. 7 लोग गिरफ्तार, 6 लोग गिरफ्तार भी हो गए हैं. मतलब ये चल क्या रहा है? महाराष्ट्र में नासिक जिले में अपराधी धड़ल्ले से घूम रहे हैं. कानून व्यवस्था ध्वस्त हो गई है. मुख्यमंत्री जी आप कर क्या रहे हैं? आप तो दूसरे राज्यों में जाके प्रचार में व्यस्त. अपराधी धड़ल्ले से घूम रहे हैं और नासिक जिले को तो ऐसे बदनाम किया जा रहा है जैसे हमने कोई दुश्मनी की हुई है. क्या बिगाड़ा है नासिक के लोगों ने आपका? पुलिस प्रशासन को अपराधियों के नकेल कसनी चाहिए और सभी आरोपियों को कड़ी से कड़ी सजा देनी चाहिए. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിലെത്തിച്ച് എന്താണെങ്കിലും റിമാൻഡ് ചെയ്തു. ഏപ്രിൽ 10 വരെയാണ് ഇവർ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ പരാതിക്കാരുണ്ടെങ്കിൽ മുന്നോട്ട് വരണം എന്നുള്ളതാണ് പോലീസിന്റെ ആവശ്യം. ഭർത്താവിനെ കൊല്ലാൻ കാമുകനൊപ്പം ഭാര്യയുടെ ഗൂഢാലോചന. ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി ആവശ്യപ്പെട്ടത് 50 ലക്ഷം രൂപയും. രാജസ്ഥാനിലെ അൽവാറിലാണ് സംഭവം. അൽവാറിലെ ICICI ബാങ്കിന്റെ റീജിയണൽ മേധാവിയായിട്ടുള്ള കർണവ് ഖാത്രിയെ കൊല്ലാനാണ് അയാളുടെ ഭാര്യ ഗൂഢാലോചന നടത്തിയത്. പോലീസ് ഭാര്യയെയും അവളുടെ കാമുകനെയും അറസ്റ്റ് ചെയ്തു. ഈ കർണവ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്.
2018 അർച്ചന അറോറ എന്ന 30-കാരിയെയും ഇയാൾ വിവാഹം കഴിച്ചത്. ഇവർക്ക് 2 കുട്ടികളുമുണ്ട്. 2025 സെപ്റ്റംബറിൽ അവളുടെ ആഭരണങ്ങളും 5 ലക്ഷം രൂപയും എടുത്തുകൊണ്ട് ഇവൾ കാമുകനായിട്ടുള്ള ഋഷഭ് ശർമ്മയ്ക്കൊപ്പം പോയി. ഇളയ കുഞ്ഞിനെയും അവൾ കൂടെ കൊണ്ടുപോയി. ഈ ഋഷഭ് കാമുകൻ ഒരു ടാക്സി ഡ്രൈവറാണ്. ഫെബ്രുവരിയിൽ ഋഷഭ് ശർമ്മ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചുവെന്നും ഈ ബാങ്ക് ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഒരു ടാക്സി സവാരിയിലാണ് അർച്ചന ഈ ഋഷഭ് ശർമ്മ എന്ന ഡ്രൈവറെ പരിചയപ്പെടുന്നത്. അങ്ങനെ യാത്ര പതിവായി. ആ യാത്രകളിലൂടെ അവരുടെ ബന്ധവും വളർന്നു. ജയ്പൂരിലായിരുന്നു കർണവിന്റെ ആദ്യ പോസ്റ്റിംഗ് ബാങ്ക് ഉദ്യോഗസ്ഥനായി. അവിടെ വെച്ചാണ് ഋഷഭുമായി അർച്ചന കൂടുതൽ അടുക്കുന്നത്. ഒരിക്കൽ ജയ്പൂരിലേക്ക് ഋഷഭിന്റെ ടാക്സിയിൽ ഈ കർണവ് യാത്ര ചെയ്തു. അന്നാണ് ഇയാളെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് കർണവ് പറയുന്നു. അത് തെളിയിക്കുന്ന ഒരു ഓഡിയോ സന്ദേശവും കർണവ് പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പോലീസും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. कर्णव खत्री नाम के व्यक्ति ने जो कि एक बैंक में कर्मचारी है, उसने 7/3/2026 को एनईबी थाने में एक रिपोर्ट दी, जिसमें उसने ये कहा कि उसकी पत्नी उस पत्नी का प्रेमी दोनों ही उसको मिलके मारने की साजिश में लगे हुए हैं। अनुसंधान किया गया। अनुसंधान में पाया गया कि जो पत्नी और उसके प्रेमी के बीच में ऑडियो स्क्रिप्ट है, वार्तालाप है, जिसमें वो मारने का षड्यंत्र रचा जा रहा है। वार्तालाप के अंतर्गत इन्वेस्टिगेशन के आधार पर 2 मुलजिम, एक कर्णव खत्री की पत्नी और टैक्सी ड्राइवर ऋषभ शर्मा को गिरफ्तार किया गया और अब वो जुडिशियल कस्टडी में है। ഡിസംബറിൽ അർച്ചനയും ഋഷഭും ഈ കർണവിനെതിരെ ഒരു പീഡന പരാതിയും നൽകി. കുട്ടികളെ അയാൾ ഉപദ്രവിക്കുമായിരുന്നുവെന്നും പോലീസിൽ നൽകിയ പരാതിയിലുണ്ട്. കുട്ടികളുടെ കൈ ചട്ടുകം ഉപയോഗിച്ച് പൊള്ളിച്ചു എന്നാണ് അവൾ നൽകിയ പരാതി. എന്നാൽ പോലീസ് ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടി മൊഴിയെടുക്കുന്നതിനായി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ. അപ്പോൾ ആ കേസിൽ നിന്ന് അർച്ചന പിൻവലിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അർച്ചന ഭർത്താവിന്റെ വീട്ടിലേക്ക് ഒരു ഭീഷണി കത്തയച്ചു. അതിൽ കർണവിനെ ഇല്ലാതാക്കുമെന്നാണ് ഭീഷണി. 50 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ കർണവിനെയും അമ്മയെയും കൊന്നുകളയുമെന്നാണ് ആ കത്തിലുള്ളത്. കുട്ടികളെ അനാഥാലയത്തിലാക്കും, കേസിന്റെ വാദത്തിനായി കോടതിയിൽ വരുന്ന ദിവസം തീർത്തു കളയും. ഇങ്ങനെ നീളുന്നു അവളുടെ ഭീഷണികൾ. എന്തായാലും ഈ ഭീഷണിയൊക്കെ ഗുരുതരമായ രീതിയിൽ തുടർന്നപ്പോഴാണ് പോലീസിനെ സമീപിക്കാൻ ഈ കർണവ് തീരുമാനിച്ചത്. അങ്ങനെ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി. കാമുകനൊപ്പം ചേർന്ന് വളരെ കൃത്യമായിട്ടൊരു ആസൂത്രണം അവൾ നടത്തിയിരുന്നു. ഭർത്താവിനെ തീർക്കുകയും പണം തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ. വെഞ്ഞാറമൂട്ടിലെ ആ വയോധികയുടെ മരണം അത് കൊലപാതകമാണെന്ന് വ്യക്തമായി. ആ യുവാവ്, അടുത്ത ബന്ധു കുറ്റം സമ്മതിച്ചു. 27-കാരൻ. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വെഞ്ഞാറമൂട്ടിലെ വയോധികയുടെ മരണം കൊലപാതകം. പ്രതി 27 വയസ്സുകാരൻ. കുറ്റം സമ്മതിച്ച് ജിത്തു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ വെള്ളുമണ്ണടി കൂട്ടുമുഖം സ്വദേശിയായ 79-കാരിയാണ് കൊല്ലപ്പെട്ടത്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആ വയോധികയെ കൊലപ്പെടുത്തിയത് ആ കുടുംബവുമായി അടുപ്പമുള്ള ഒരു യുവാവാണ്. പോത്തൻകോട് സ്വദേശിയായുള്ള ജിത്തു. ബലാത്സംഗ ശ്രമത്തിനിടെ ആ വയോധികയെ കഴുത്തു ഞെരിച്ച് കൊന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ കേസിൽ പ്രതി ജിത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വീട്ടിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് ആദ്യം ആ വയോധികയുടെ മൃതദേഹം കാണുന്നത്. വീട് തുറന്നു കിടക്കുന്നത് കണ്ട് അകത്ത് കയറി നോക്കിയപ്പോൾ കിടപ്പുമുറിയിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇവരുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു.
അങ്ങനെ 15 കിലോമീറ്ററോളം അകലെ താമസിക്കുന്ന മകൻ എത്തിയ ശേഷമാണ് വെഞ്ഞാറമൂട് പോലീസിൽ വിവരം അറിയിക്കുന്നത്. ഈ വീടിന്റെ പിൻവശത്തെ വാതിൽ അതിന്റെ പൂട്ട് ഇളകിയ നിലയിലായിരുന്നു. ഒരു മൊബൈൽ ഫോണും ഒരു ചെരുപ്പും ഈ തറയിൽ വീണ് കിടക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെയാണ് വളരെ പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കിയത്. ഈ മുറിക്കുള്ളിൽ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളും പോലീസിന്റെ ആ പരിശോധനയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് അടുത്ത് നിന്ന് കിട്ടിയ ആ ഫോണിന്റെ ഉടമയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ വലയിലാക്കുന്നതിൽ സഹായകരമായത്. പോത്തൻകോട് ശ്രീനാരായണപുരം സ്വദേശിയാണ് പ്രതിയായിട്ടുള്ള 27 വയസ്സ് മാത്രം പ്രായമുള്ള ജിത്തു. വെള്ളുമണ്ണടി എന്ന സ്ഥലത്ത് ഏകദേശം 78 വയസ്സ് പ്രായം തോന്നിക്കുന്ന വയോധികയായ ഒരമ്മ വീട്ടിൽ മരണപ്പെട്ട് കിടക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പാർട്ടി അവിടെ എത്തുകയും അന്വേഷണത്തിൽ പ്രതിയായി സംശയിക്കുന്ന ആൾ ഈ വയോധികയായ മാതാവിനെ ശാരീരികമായി ഉപദ്രവിക്കുകയും അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തുവെന്ന് വെളിവായിട്ടുള്ളതുമാണ്. ആയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി അവിടെ നദിയുടെ സമീപത്തു നിന്ന് നമ്മുടെ പോലീസ് പാർട്ടി കണ്ടെടുക്കുകയും അവനെ ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അന്വേഷണത്തിൽ പ്രതി ഇത്ര ഹീനമായ കുറ്റകൃത്യം ചെയ്തു എന്ന് വെളിവാകുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇത്ര തിരക്കുണ്ടായിട്ടും ഇത്ര വലിയ ഡ്യൂട്ടിയുടെ ഇടയിലും പ്രതിയെ സമയബന്ധിതമായി അറസ്റ്റ് ചെയ്യുവാനും കേസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുവാനും പോലീസിന് കഴിഞ്ഞത് വലിയൊരു നേട്ടമാണ്. വയോധികയുടെ വീടിന്റെ അടുത്തുള്ള ബന്ധുവീട്ടിൽ സ്ഥിരമായി വന്നിരുന്ന ആളാണ് ജിത്തു. അങ്ങനെ ഈ വയോധികയുടെ വീടുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു ഇയാൾ. ഇതിനിടയിൽ അയാളുടെ വീട്ടിലുണ്ടായ ഒരു പ്രശ്നം പരിഹരിക്കാൻ പോലും കഴിഞ്ഞ ദിവസം പോയത് ഈ വയോധികയുടെ മകനാണ്. ആ മകന്റെ ബൈക്കിൽ തന്നെ ഇവിടേക്ക് മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരന്തരം ബന്ധം പുലർത്തിയിരുന്ന ആളുകൾ ഈ വയോധികയുടെ മരണവിവരം പക്ഷേ അറിഞ്ഞിട്ടും ഈ ജിത്തുവോ ഈ ബന്ധുക്കളോ ആരും ഈ മരണ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അങ്ങനെ അയാൾ വളരെ പെട്ടെന്ന് തന്നെ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. സംഭവ സമയം പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പീഡന ശ്രമം ഉണ്ടായി എന്നും പോലീസ് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സമയയുടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം ഇത്തരം നിഗൂഢമായിട്ടുള്ള സംഭവങ്ങളും വിവരങ്ങളുമായി. നാളെ 20-ാം മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.